ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്നലെ സാമുൽ സാർ ഇല്ലാത്ത കാരണം ഞാൻ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടു. ഡെസ്പാച്ച് സെക്ഷനിലെ ഫയലിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഫയൽ സാറിന്റെ ആയിരുന്നില്ലേ? അല്ല, ഇന്നലെ എന്തു പറ്റി? എവിടെയായിരുന്നു? കൂട്ടപ്രാർത്ഥനയായിരുന്നു. സത്യം പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇവരുടെ പ്രാർത്ഥനയാ പ്രാർത്ഥന. കർത്താവ് ചെവിയും പൊത്തിക്കൊണ്ട് ഇറങ്ങി വരും. ഇത്ര ഉച്ചത്തെ മനുഷ്യൻ എങ്ങനെയാ പാടുന്നേ? അല്ല സാറാമ്മ സാറേ, നിങ്ങളും ക്രിസ്ത്യാനികളല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഈ ഗാനമേള പരിപാടി ഒന്നും ഇല്ലേ? ഞങ്ങൾ രണ്ടും രണ്ട് സെക്ഷനും ശശി. അതെ അതെ, ഞങ്ങൾ കറുത്ത ക്രിസ്ത്യാനികള്, ഇവര് വെളുത്ത ക്രിസ്ത്യാനികള്. സാമുൽ സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യ ലില്ലിക്കുട്ടി സാറിനെ നിറവും ജാതി നോക്കിയാ പ്രേമിച്ചത്. അവളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടല്ലേ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ശത്രുക്കളാക്കി ഞാൻ മതം പോലും മാറിയത്. ഹിന്ദു ആയിരുന്ന സാറ് ക്രിസ്ത്യാനി ആയതും ഓക്കെ, പിന്നീട് പെന്തക്കോസ്ത് സഭയിലേക്ക് ചേക്കേറിയതോ? വ്യക്തമായൊരു മറുപടി സാറിന് പറയാനുണ്ടോ? സാമൂഹ്യ പരിഷ്കർത്താവായ പൊയ്കയിൽ അപ്പച്ചൻ പാടിയിട്ടുണ്ട്, ഹിന്ദുമതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ക്രിസ്തു മതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ഹിന്ദു മതക്കാരും ചേർത്തതില്ല നമ്മെ, ക്രിസ്തു മതക്കാരും ചേർത്തതില്ല. സവർണ ശക്തിക്കെതിരെയുള്ള അടിസ്ഥാന വർഗത്തിന്റെ ചെറുത്തുനിൽപ്പായിരുന്നു എന്നും മതം മാറ്റം. അതിലൊരാളാണ് നമ്മുടെ സാമുവൽ. അതാണ് നമ്മുടെ ജാതിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ജാതിയും. മനസ്സിലായോ? ശേഖരന് മരുതോറമ്പിലെ ജോസഫ് സാറിന് അറിയാവോ? അത്ര അടുത്ത് പരിചയമില്ല, എന്നാലും അറിയും. പുള്ളിക്കാരനല്ല, പുള്ളിക്കാരന്റെ മകനെ കുറിച്ച് അറിയേണ്ടത്. അല്ല, തമ്പിയോ? തമ്പിയല്ല, പുള്ളിയുടെ അനിയൻ ജോർജ് ജോസഫ്. ആളെങ്ങനെയാ? എന്താ വല്ല കല്യാണാലോചന മറ്റാണോ? ഞാനെന്താ ഉച്ചയ്ക്ക് മരുതുപറമ്പിലെ ജോസഫ് സാറിന്റെ മോന്റെ കാര്യം തിരക്കിയത്? അത് പിന്നെ ജോസഫ് സാറിന്റെ മകൻ ജോർജ് കുട്ടി ന്യൂമാൻസിൽ മെഡിക്കൽ ഇൻഡസ്ട്രി കോച്ചിങ് തുടങ്ങുന്നു കേട്ടു. അതിനയാളുടെ സ്വഭാവം എന്തിനാ അറിയുന്നേ? അടുത്ത മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞാൽ ഈ സമയം ഒന്ന് കോച്ചിങ് വിട്ടാലൊന്ന് ആലോചിക്കായിരുന്നു. പ്രായപൂർത്തിയായിരുന്ന പെൺകുട്ടിയല്ലേ, ആലോചിക്കാണ്ടൊക്കെ. ഓ, തന്റെ ഒരു കാര്യം. എന്റെ സാമൂലെ, ഈ പരീക്ഷയുടെയും പഠിത്തത്തിന്റെയും ടെൻഷൻ പിള്ളേരൊന്ന് റെസ്റ്റ് എടുത്ത് തീർക്കട്ടെ. ഇത്രയും നാളും കാലത്തും വൈകിട്ടും ട്യൂഷനായിരുന്നു. അത് തീർന്നപ്പോ എൻട്രൻസ് കോച്ചിങ്. അവറ്റകളും മനുഷ്യക്കുട്ടികളാണോ? ശേഖരനത് പറയാ, 3 ഉള്ളതിൽ ബുദ്ധിക്ക് ഇതിൽ തെളിച്ചുള്ളത് യുവക്ക ലിസമ്മക്കേ. അതിനൊരു കര പറ്റിക്കണം. ലില്ലിക്കുട്ടിയുടെ ആഗ്രഹമായിരുന്നു അത്. സ്തോത്രം. ഞങ്ങള് നേരത്തെ ആയിപ്പോയോ അതോ സാമുൽ സാർ താമസിച്ചു പോയോ? ഞാനിത്തിരി താമസിച്ചു. ടൗണിൽ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അല്ല, വരൂന്നല്ലാതെ ഇന്ന് വരുന്നു ആവശ്യം പറഞ്ഞില്ല. ആളെത്തിപ്പോയി. ഇത് ഇമ്മാനുവൽ സാറ്, പയ്യന്റെ ചേട്ടനാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടുകാരനാ, പുല്ലാട്. വാട്ടർ അതോറിറ്റിയില്ല. ഇത് പിന്നെ പറഞ്ഞു തന്ന കാര്യമില്ലല്ലോ. പയ്യൻ ഇത് മൂത്ത കാരണയുടെ ഭാര്യ റോസക്കുട്ടി സാറ്, ചെറുതോണി പഞ്ചായത്ത് ഓഫീസിലാ. പെങ്കൊച്ചിനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. എന്നാ അങ്ങനെ ആട്ടെ എന്ന് ഞാനും. എന്നാ വാവച്ചൻ പിന്നെ ഒന്ന് പെൻഡിങ്ങിൽ വെക്കുന്ന കൂടുതലല്ലോ. ഞാനിപ്പോ വരാം. മോള് പാല് കുടിച്ചാലേ അമ്മ നീ പോന്നു. ഇതാരാ? അപ്പാപ്പന്റെ ചക്കര കുട്ടിയാ. എടി കൊച്ചേ, അവര് നിന്നെ കാണാൻ വന്നതാ, അല്ലാതെ ഇന്ന് കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. അവര് വന്നിട്ട് തോനെ നേരായി സാറേ. കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് മോളെ വിളിപ്പിക്കേ. മധുമേ, ആ ചായ എടുത്തേ. സാമുവൽ സാറ് കുമ്പനാട്ടുകാരനാ. 20 കൊല്ലമായിട്ട് ഇവിടെ. 26 തികയുന്നു ഈ മാർച്ച് കഴിയുമ്പോ. കൊച്ചിന്റെ പേരെന്നാ? ഷേർലി. സാമുവൽ സാറിന്റെ ഭാര്യ ഹെൽത്ത് സർവീസിലായിരുന്നു. ഒരു 17 വർഷമായി കാണുമില്ലേ സാറേ? മഞ്ഞപ്പിത്തമായിരുന്നു. ആൾക്കാരുടെ രക്തം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന ആള് സ്വന്തം രോഗം കണ്ടുപിടിച്ചില്ല. ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു. ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. സാറിന്റെ കല്യാണം ഒരു ഏടാകൂടം ആയിരുന്നേ. പ്രേമവിവാഹത്തിന് ഏടാകൂടം എന്നാണോടോ പറയാ? ലില്ലിക്കുട്ടിയും ഞാനും 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചവരാ. തിരുവല്ല മാർത്തോമ കോളേജില്. ഇമ്മാനുവൽ സാറും അവിടാ പഠിച്ചത്. സാമുവൽ സാറിന്റെ ഒളിച്ചോട്ടവും കല്യാണവും മതമാറ്റവും ഒക്കെ പാവച്ചൻ പറഞ്ഞു ഒരു സിനിമാ കഥ പോലെ വിവരിച്ച്. അതെ അതെ, രണ്ടും പാട്ടും ഒക്കെ ഉള്ളൊരു സിനിമാ കഥ. കഥയുടെ അവസാനം കുറച്ച് ട്രാജഡി ആയിപ്പോയി. നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി.
ഒക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികള്, അല്ലാതെ എന്താ? ലീസമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ആ. സാറിന്റെ മൂത്ത മകളാ, പൈനാവിൽ അയച്ചിരിക്കുന്നത്. ചെറുക്കൻ സെയിൽ ടാക്സിലെ ഡ്രൈവറാ. ഓ, അതിന്റെ ഇടപാട് ഞാനായിരുന്നു. അല്ല, ഇളയ കൊച്ചു പള്ളിക്കൂടത്തിന്ന് വന്നില്ലായോ? +2 പഠിക്കുന്നത്. ലിസമ്മ എല്ലാത്തിനും ഫസ്റ്റാ. അതിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാ സാമുവൽ സാറിന്റെ ആഗ്രഹം. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറാക്കാൻ ശ്രമിച്ചെങ്കിലേ പിള്ളേര് നഴ്സെങ്കിലും ആകൂ. ഷേർലി, മോളുടെ പേരെന്നതാ? അയ്യോ, വലിയ പാട്ടുകാരി മിമിക്രിക്കാരി ഒക്കെയാ. ആ മിമിക്രി ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ. രണ്ടുപേരുടെ ആയിക്കോട്ടെ മോളെ. ആ, ഒരു കമ്പ്യൂട്ടറെങ്കിൽ ചെവിടാനു. ഇനി ആ സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. ആ, പുല്ലേ വീസ വല്ല പുക്കാറൊപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ അതേന്നാ തോന്നുന്നേ. വന്ന് കയറി കുറച്ചു നേരം മുറിക്കാത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നയന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ട വഴക്കായിരുന്നെന്ന്. ജോണിച്ചായനെ സസ്പെൻഡ് ചെയ്തേക്കുവാ. ജീപ്പിന്റെ ബാറ്ററി എടുത്ത് ബാർ കൊണ്ട് വിറ്റെന്ന്. ബാറ്ററിയല്ലേ വിറ്റുള്ളൂ. അവന്റെ കുടിയുടെ ചെലവ് വെച്ച് നോക്കിയാ ജീപ്പാ വിൽക്കേണ്ടത്. പപ്പ ഒന്നും ചോദിക്കണ്ട. ചോദിച്ചാ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഞാനൊന്നും ചോദിക്കുന്നില്ല. കൊമ്പത്തെ തറവാട്ടിൽ ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലയിലെഴുത്ത്. എന്താടി, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാ പപ്പ. ജോണിക്കുട്ടി എന്ത് പറയുന്നു? ജോണിച്ചായന് ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് ദൂരേക്ക് ഓട്ടോ ഉണ്ട്. തിരുവനന്തപുരത്തോ കോട്ടയത്തോ എങ്ങാണ്ടൊക്കെയോ പോണം. പിന്നെ സിസ്ലാമ അവിടെ ഇല്ല. ഒറ്റയ്ക്ക് നിക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. അല്ല പപ്പ, ഈ വന്ന കൂട്ടർ എത്ര ചോദിക്കുന്നേ? ഏയ്, അവരത്രക്കാരൊന്നുമല്ല. നമ്മൾ എത്ര കൊടുത്ത് കൊച്ചിന് ഇറക്കുന്നു അത്രയും. കച്ചവടക്കാർ എത്രയായി ഇവിടെ ഒന്ന് കാപ്പിയും കുടിച്ചിട്ട് പോയത്? 3 ലക്ഷം രൂപ സ്വത്ത് വീതം വെക്കും ഒരു ഭാഗം. അതിന് പപ്പ വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? നിനക്ക് എന്തായാലും ഒരു സംശയം? എടി, നിന്റെ പപ്പ ഈ ഏരിയയിൽ ഒരു പണച്ചാക്ക. ചാക്കിന്റെ ഇടയിൽ ഒരു വലിയ ഓട്ടോ ഉണ്ടെന്ന് മാത്രം. ഈ കൊച്ചിന്റെ കയ്യിൽ ആരെടുത്തു കൊടുത്തേ? പാപ്പ എന്നെ കൂടെ പഠിപ്പിച്ചു.